ശബരിമലയിലെ വാതിലിന്റെ പേരിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി കണ്ടെത്തൽ. സ്വർണം പൂശിയ വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തി. പൂജയിൽ പങ്കെടുത്തത് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവർ. ദേവസ്വം ബോർഡ് വിജിലൻസ് തെളിവുകൾ ശേഖരിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി ആരോപണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് നടൻ ജയറാം അടക്കമുള്ള വ്യക്തികളും പങ്കെടുക്കുന്ന പൂജകളുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഇത്തരത്തിൽ ഇയാൾ പലയിടത്തും ഇതൊരു പ്രദർശന വസ്തുവാക്കി ഉപയോഗിച്ചുകൊണ്ടൊരു ചൂഷണം നടത്തി എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ശബരിമല ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൊതിഞ്ഞ പാളികൾ പൂജയ്ക്ക് വെച്ച് പൈസ പിരിച്ചതുപോലെ തന്നെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിൽ എത്തിച്ച് ഇതുപോലെ ഘോഷയാത്രകൾ വരെ നടത്തി അതിനുശേഷം അത് പൂജിച്ച് പൈസ അനധികൃതമായി ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംവിധാനം തന്നെയാണ്. കാരണം ഈ പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതായത് ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയുമായി ചേർന്ന ആ ഭാഗത്ത് പള്ളിക്കത്തോട്ടിലെ ഒരു ക്ഷേത്രത്തിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ജയറാം കൂടി പങ്കെടുത്ത ഒരു വാതിൽ പൂജ നടത്തിയത്. ഈ വാതിൽ പൂജയ്ക്ക് സ്വീകരണവും അതുപോലെ തന്നെ പ്രത്യേക പൂജയും നടത്തി. അവിടെയും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലുള്ള പണപ്പിരിവ് നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ അവസാനം പുറത്തു വരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉന്നതതല അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ 4 മണിയോടുകൂടി തന്നെ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് വേണമോ അതോ പോലീസിന്റെ ഒരു പ്രത്യേക സംഘം അന്വേഷിക്കണമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയാൽ മതിയാകും. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വളരെയധികം ക്ഷുഭിതരാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള തിരിമറികൾ അല്ലെങ്കിൽ ഇടപാടുകൾ, ദേവസ്വം ബോർഡുമായി ബന്ധമില്ലാത്ത ആളുകൾ സ്വർണം പൊതിയാൻ എന്ന പേരിൽ ഈ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു, നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപാളികൾ കാണാതാകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രഥമ ദൃഷ്ടിയ ചില വിവരങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഒരു അന്വേഷണം സർക്കാർ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പ്രത്യേക സംഘമായിരിക്കുമോ അതോ ക്രൈംബ്രാഞ്ച് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അന്തിമ തീരുമാനത്തിൽ എത്തേണ്ടത്. അത് ഉടനെ ഉണ്ടാകും. പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം നടത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന പുതിയ വിവരം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്യും. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഈ ശബരിമല സന്നിധാനത്ത് നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ബംഗളൂരുവിൽ പ്രദർശിപ്പിക്കുകയും അവിടെ പൂജ നടത്തുകയും ഒപ്പം ഇതിന്റെ ഭാരം കുറഞ്ഞ സംഭവം, ഇതിൽ സ്വർണം പൂശാൻ ആദ്യം ചെന്നൈയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ബംഗളൂരിലേക്ക് കൊണ്ടുപോയത്, പിന്നീട് ഹൈദരാബാദിൽ കൊണ്ടുപോയി എന്തിനാണ് സ്വർണം പൂശിയത്, ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യും. അതേസമയം നേരത്തെ തന്നെ ഇത് സ്വർണം പൂശിയിരുന്ന കമ്പനി ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. ആ കമ്പനി 1ാം ഘട്ടം സ്വർണം പൂശിയിരുന്നു. രണ്ടാമത് ഇതിന്റെ നിറം മങ്ങിയതിനെ തുടർന്ന് ഇത് സ്വർണം പൊതിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി എത്തിച്ചെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞ് കമ്പനി അത് ഒഴിവാക്കി വിടുകയായിരുന്നു. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ, അത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ കവചങ്ങൾ എന്തിനാണ് 40 ദിവസം വൈകിച്ച് ശബരിമലയിൽ തിരിച്ചെത്തിച്ചത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായൊരു ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല നിരവധി തലത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ അല്പം മുമ്പ് പറഞ്ഞത് ശബരിമല ഭക്തന്മാർ വലിയ ആശങ്കയിലാണ്, സംഭവമായി കളവ് നടത്തിയവരെ തന്നെ അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് ശരിയായില്ല, പ്രത്യേക അന്വേഷണ സംഘം വേണം, മുഖ്യമന്ത്രി മറുപടി പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ച കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുല്യ. തീർച്ചയായും ബിനോയ്, എന്തായാലും ഈ വാതിൽ പലയിടത്തും പ്രദർശിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രദർശന വസ്തുവായി ചൂഷണം ചെയ്തുകൊണ്ട് ഇയാൾ പണപ്പിരിവ് നടത്തിയതായിട്ടുള്ള കണ്ടെത്തലുണ്ട്. ഇനി ആരാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന കാര്യത്തിലും തീരുമാനം ഉടൻ ഉണ്ടാകും.
സ്വർണം പൂശിയ വാതിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഈ പൂജയിൽ സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇത്തരത്തിൽ നിലവിൽ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ, ജയറാം അടക്കമുള്ള താരങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിൽ എന്തെങ്കിലും വ്യക്തത ആരെങ്കിലും വരുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു പൂജയിലേക്ക് എത്തിയത്, ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ മുതലായ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ജയറാം പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജയറാം പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികളുമായി സ്വർണം പതിച്ച വാതിൽ ശബരിമല സന്നിധാനത്തേക്കാണ് കൊണ്ടുവന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ തന്നെ ശബരിമലയിൽ വെച്ച് കണ്ടു പരിചയമുണ്ട്, മകരവിളക്കിൽ കണ്ടു പരിചയമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ശബരിമല തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് ജയറാം എന്ന് പറയുന്നു. ജയറാം എന്നിട്ട് പറഞ്ഞ അയ്യപ്പ ഭക്തനായ തന്നോട് ഇത്തരത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വാതിൽ, സ്വർണം പൊതിഞ്ഞ വാതിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പൂജയിൽ പങ്കെടുക്കണം, തുടർന്നുള്ള പത്രസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതനുസരിച്ചാണ് താൻ ആ പൂജയിൽ പങ്കെടുത്തതും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലാണ് ജയറാം പങ്കെടുത്തത്, പള്ളിക്കത്തോട്ടിലും ഒപ്പം ചെന്നൈയിലും. ചെന്നൈയിൽ നടന്ന പൂജയിൽ ജയറാമിനൊപ്പം തന്നെ വീരമണി രാജുവും പങ്കെടുത്തിരുന്നു. പള്ളിക്കത്തോട്ടിൽ നടന്ന പൂജയിൽ ജയറാം മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ചാണ് ഈ സ്വർണ്ണവാതിൽ അല്ലെങ്കിൽ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ സ്വർണം പൂശിയ വാതിൽ പൂജയ്ക്ക് കൊണ്ടുവന്ന സമയത്ത് അത് പ്രദർശിപ്പിച്ച സമയത്തൊക്കെ പങ്കെടുക്കാനിടയായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുകൊണ്ടാണ് എന്ന് ജയറാമും വ്യക്തമാക്കിയിട്ട് എന്തായാലും കാര്യങ്ങൾ വലിയ തരത്തിലെ വിവാദമായി മാറുകയാണ്. അതുല്യ. ശരി ബിനോയ്, എന്തായാലും ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ജയറാമിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വാതിലിന്റെ പേരിലും സ്വർണ്ണപീഠത്തിനും ദ്വാരപാലക ശില്പങ്ങൾക്കും പുറമെ സ്വർണം പൂശിയ വാതിലിന്റെ പേരിലും ഇത്തരത്തിൽ ക്രമക്കേട് അല്ലെങ്കിൽ പണപ്പിരിവ് നടന്നതായിട്ടുള്ള കണ്ടെത്തൽ ഈ കേസിനെ കൂടുതൽ ഗൗരവതരമാക്കുന്നുണ്ട്. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.